നാളെ ഇന്ത്യയുടെ അയർലൻഡ് പരമ്പര തുടങ്ങുകയാണ്. സഞ്ജു സാംസൺ കളിക്കുമോ, അതോ വൈഭവ് സൂര്യവംശി കളിക്കുമോ, അതോ അഭിഷേക് ശർമ്മ കളിക്കുമോ, ഇഷാൻ കിഷൻ കളിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളും വലിയ സംശയങ്ങളും ഒക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നാളത്തെ കളിയിൽ എങ്ങനെയായിരിക്കും ടീം കോമ്പിനേഷൻ എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശി എന്തായാലും ഇന്ത്യൻ ടീമിലേക്ക് വരുമെന്നും വൈഭവ് സൂര്യവംശി കളിക്കാൻ അവസരം കിട്ടുമെന്നും ഇതിനെപ്പറ്റി എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ വൈഭവ് സൂര്യവംശിക്ക് പകരം ആരെയായിരിക്കും ടീമിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. കാരണം അഭിഷേകുണ്ട്, സഞ്ജുവുണ്ട്, ഇഷാനുണ്ട്, അതോടൊപ്പം വൈഭവും കൂടെ വരുമ്പോൾ ഇത് ടീം ബാലൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈഭവ് സൂര്യവംശി വരുമ്പോൾ വൈഭവ് ലെഫ്റ്റ് ഹാൻഡറാണ്, അഭിഷേക് ലെഫ്റ്റ് ഹാൻഡറാണ്, ഇഷാൻ ലെഫ്റ്റ് ഹാൻഡറാണ്, സഞ്ജു സാംസൺ റൈറ്റ് ഹാൻഡറാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ഹാൻഡറാണ് എന്നുള്ളതാണ്. ടീമിനെ ഇപ്പോൾ ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് കളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഇഷാൻ, അഭിഷേക്, വൈഭവ് ഈ 3 പേരെയും കണ്ട ടോപ്പ് ഓർഡറിലെ 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സായി പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായാലും സഞ്ജു സാംസൺ നാളത്തെ കളിയിൽ ടീമിലുണ്ടാവും. ഒരു ലെഫ്റ്റ് ഹാൻഡർ വെളിയിലേക്ക് പോകേണ്ട വരും. സഞ്ജു ടീമിലുണ്ടാകും എന്ന് പറയുമ്പോഴും സഞ്ജുവിൻ്റെ പൊസിഷൻ ഏതായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണം. കാരണം സഞ്ജു ഓപ്പണറായിട്ട് കളിക്കുമോ, സഞ്ജു വൺ ഡൗണിലേക്ക് പോകുമോ എന്നുള്ളത്. കാരണം അഭിഷേക് ഓപ്പണറായിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, സഞ്ജു ഓപ്പണറായിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, വൈഭവ് സൂര്യവംശി ഓപ്പണർ തന്നെയാണ്. അപ്പോൾ വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വൈഭവ് ഒരു ഓപ്പണിംഗ് സ്പോട്ട് ഉറപ്പായും കൊണ്ടുപോകും. വൈഭവ് കൊണ്ടുപോകുന്ന ഓപ്പണിംഗ് സ്പോട്ട് ആരുടേതായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള സംശയം. അത് സഞ്ജുവിൻ്റെ ആയിരിക്കും, അഭിഷേകിൻ്റെ ആയിരിക്കും എന്നുള്ള. ടീം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനിലേക്ക് പോയാൽ അഭിഷേക് വെളിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ല ടീം ലെഫ്റ്റ് പോയിട്ട് സഞ്ജുവിനെ റൈറ്റിനെ വൺ ഡൗൺ ആക്കാമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ നിലവിലത്തെ ഫോം എന്ന് പറയുന്നത് വൈഭവിനും സഞ്ജുവിനും അനുകൂലമാണ്. കാരണം സഞ്ജു വേൾഡ് കപ്പ് പോലെ ഒരു ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും നിർണായകമായ 3 കളികൾ തുടർച്ചയായിട്ട്, അതായത് നോക്കൗട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കളിയും ആക്ച്വൽ നോക്കൗട്ടായിട്ടുള്ള 2 കളിയും തുടർച്ചയായിട്ട് 80+ സ്കോർ ചെയ്തുകൊണ്ട്, അതും നല്ല സ്ട്രൈക്ക് റേറ്റ് സ്കോർ ചെയ്തുകൊണ്ട് മാൻ ഓഫ് ദ മാച്ച് ലെവലിലുള്ള പ്രകടനം. 2 കളിയിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടി, 3ാമത്തെ കളിയിൽ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു. അപ്പോൾ അത് കിട്ടി വിജയിച്ച് നിൽക്കുന്ന സഞ്ജു സാംസനെ ടീമിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ ചോയ്സാണ്. 2 വൈഭവ് സൂര്യവംശിയാണെങ്കിൽ വാട്ട് എ പ്ലെയർ. വൈഭവിനെ പറ്റി എന്താ പറയുന്നത്, വാട്ട് എ പ്ലെയർ. വൈഭവിനെ ആർക്ക് പകരം മാറ്റിയാലും ആരും ഒന്നും പറയാത്ത സാഹചര്യമാണ്. കാരണം അത്രയേറെ ഹീ ഡിസേർവ്സ്. ഇന്ത്യൻ ടീമിലേക്ക് എത്രയും വേഗം കൊണ്ട് പ്ലേസ് ചെയ്യേണ്ട താരമാണ് വൈഭവ് സൂര്യവംശി. ആ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു എന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ അഭിഷേകിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അഭിഷേക് വേൾഡ് കപ്പിൽ ഉടനീളം ഫ്ലോപ്പായിരുന്നു. വേൾഡ് കപ്പിൽ ഈ പറഞ്ഞ പെർഫോമൻസ് ഒന്നും വൈഭവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അതുകൂടാതെ അഭിഷേകിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അഭിഷേകിനെ സംബന്ധിച്ച് ഒരു മികച്ച പ്രകടനം കഴിഞ്ഞ വേൾഡ് കപ്പിൽ വരാതിരുന്നത് കൊണ്ട് തന്നെ അഭിഷേകിൻ്റെ ഗ്രാഫ് ഡൗൺ ആണ്. പക്ഷേ അഭിഷേക് വേൾഡ്സ് നമ്പർ 1 പ്ലെയറാണ്. അപ്പോൾ ഈ ടീം മാനേജ്മെൻറ്റ് ഇത്തരത്തിലൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇഷാൻ എന്തായാലും ടീമിന് വെളിയിൽ നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇഷാൻ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയുടെ ലെഫ്റ്റ് ഓപ്പണിംഗ് ഇട്ടിട്ട് സഞ്ജുവിനെ വൺ ഡൗൺ ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം സഞ്ജു ഇച്ചിരിയും കൂടെ സീനിയറായിട്ടുള്ള പ്ലെയറാണ്. പ്ലസ് സഞ്ജു വൺ ഡൗണും കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. എന്തായാലും വൈഭവിനെ മാറ്റാനായിട്ട് പറ്റില്ല. അഭിഷേക് ഏറ്റവും പെർഫോം ചെയ്തു ഓപ്പണിംഗ് സ്പോട്ടിലാണ്. സഞ്ജു ഓപ്പണിംഗ് സ്പോട്ടിൽ പെർഫോം ചെയ്തെങ്കിൽ പോലും സഞ്ജു വൺ ഡൗൺ ആയിട്ട് കളിക്കാനും പറ്റും. ആൻഡ് സഞ്ജു ഒരു ഡിഫറെൻറ്റ് ലെവലിൽ കളിക്കാവുന്ന ആങ്കർ ചെയ്യാനും വേണേൽ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അത്തരത്തിലൊരു ഡിസിഷനിലേക്കായിരിക്കും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് പോകുന്നത്. ഇതിന് ശേഷം നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, ഫസ്റ്റ് മാച്ചാണ് ക്യാപ്റ്റനായിട്ട് ആ ടീമിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 4th പൊസിഷനിലായിരിക്കും കളിക്കുക. അത് കഴിഞ്ഞ് തിലക് വർമ്മയുണ്ട്. തിലക് വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് ഒരു വലിയ വിഷയമാണ്. മധ്യപ്രദേശ് ലീഗിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞാൽ പോലും ഇതിന് മുമ്പത്തെ ഏഷ്യ കപ്പിൽ ദുരന്തമായിരുന്നു. കംപ്ലീറ്റ് ദുരന്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ടൂർണമെൻറ്റിൽ ഏറ്റവും ആവറേജ് ഉണ്ട്, പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ആ ടൂർണമെൻറ്റിൽ ഉടനീളം തിലകിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഭയങ്കര സ്ലോ ആയിട്ടാണ് കളിച്ചത്. അതിനുശേഷം മധ്യപ്രദേശ് ലീഗിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു 60 or 59 ബോൾസിന് 130 സംതിങ് സ്കോർ ചെയ്ത് ഒരു 259 ചേസ് ചെയ്യുന്ന കളി വിജയിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിലകിനെ അവിടെ ഉൾക്കൊള്ളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ തിലകിനെ എടുത്ത് കളഞ്ഞിട്ട് ഇഷാനെ അവിടെ കളിപ്പിക്കാം. കാരണം ഇഷാൻ ഏത് സ്പോർട്ടിലും കളിക്കുന്ന പ്ലെയറാണ്. ഇഷാൻ മിന്നും ഫോമിലാണ്. അങ്ങനെ ഒരു ഡിസിഷനിലേക്കും ഗൗതം ഗംഭീർ പോവുമോ എന്നുള്ളത് നമുക്കൊരു സംശയം.